അനക്ക് കര ഇറങ്ങിയിട്ട് നടന്നു കയറേണ്ടി വരുമോ? ഇറങ്ങാനായാ ഒന്ന് ചോദിച്ചാരടില്ല. വഴി അറിയാത്ത ഫ്രണ്ടിനോടാണല്ലോ ദൈവമേ ഞാൻ ഇറങ്ങി വന്നേക്കും. ഡ്രൈവറോട് പറഞ്ഞാൽ മതി ചിപ്പിത്തോട് എത്തുമ്പോൾ. ഇപ്പോൾ കേട്ട ശബ്ദമില്ലേ, അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദൂതൻ. ആ ദൂതൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിയ ചേച്ചി കേട്ടോ. പ്രിയ ചേച്ചിയുടെ വീട് ഏകദേശം അവിടെ നിന്ന് 1-ാം വളവിൻ്റെ അടുത്താണ്. അങ്ങനെ ചേച്ചി ഞങ്ങളെ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് അവിടെ ഞങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് പെട്ടെന്ന് ഉദിച്ചൊരാഗ്രഹമായിരുന്നു, ഏതായാലും വന്നതല്ലേ എന്നാൽ ചുരം കൂടെ കണ്ടിട്ട് പോകാന്ന്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. അങ്ങനെ പറഞ്ഞ് 1-ാം വളവും 2-ാം വളവും 9 വളവും ഞാൻ കണ്ടു ഗൈസ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. ചേച്ചി നല്ലൊരു ചായ ഇട്ട് വന്നു. ചായയും കുടിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അവളും ചേച്ചിയും പിന്നീടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു യാത്ര പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, സബ്സ്ക്രൈബ് ചെയ്യണേ, ബൈ.